കുടിവെള്ള പ്രശ്നം മുതൽ റോഡുകളുടെ ശോചനീയാവസ്ഥ വരെ ഉയർത്തിക്കാട്ടി തൃശൂർ കയ്പമംഗലത്തെ NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷ്. പൊള്ളയായ വികസനത്തിന് പകരം നാടിന്റെ നന്മയ്ക്കുതകുന്ന വികസനം NDA നടപ്പിലാക്കും. തീരദേശ മേഖലയായ കയ്പമംഗലത്ത് ബീച്ച് ടൂറിസത്തിന് അനന്ത സാധ്യതയുണ്ടെന്നും അതുല്യ ഘോഷ് പറയുന്നു. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലമാണ് കയ്പമംഗലം. കയ്പമംഗലത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ വികസന പ്രതിസന്ധികൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ. എന്തായാലും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കയ്പമംഗലം. അങ്ങനെ കയ്പമംഗലത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. ആ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നതിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് അതുല്യ ഘോഷാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത്. അതേപോലെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ സമൂലമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും അടിപ്പാതയടക്കം നിർമ്മാണത്തിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. എന്തായാലും ഈ അതുല്യ ഘോഷ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എന്തൊക്കെയാണ് കയ്പമംഗലത്ത് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്? ഒപ്പം തന്നെ കയ്പമംഗലം നേരിടുന്ന വികസന പ്രതിസന്ധികളൊക്കെ എന്തൊക്കെയാണ്? ഈ കയ്പമംഗലം എന്ന ഒരു മണ്ഡലം സത്യത്തിൽ പറഞ്ഞാൽ തീരദേശ മണ്ഡലമാണ്. തീരദേശം എന്ന് പറയുന്നത് അഴീക്കോട് മുതൽ ഇവിടെ കയ്പമംഗലം വരെ മുനമ്പത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് അഴീക്കോട് മുതലുള്ള തീരദേശ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികളാണ് മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തൊഴിലാളികൾ അതിനെ ഫേസ് ചെയ്യുന്നത് തന്നെ. അതിൽ ആദ്യമായിട്ട് അതിൻ്റെ മെയിൻ പ്രശ്നം അവിടെ ഒരു ഹാർബറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൽ നിയമക്കുരുക്കിൽ ഒക്കെ പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായി അത് നിയമക്കുരുക്ക് അഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം മേഖലകളുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ള കുടിവെള്ള പ്രശ്നങ്ങൾ തീരദേശ മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പല ബീച്ച് മേഖലകളിലൊക്കെ എടുക്കുന്നത്. നമ്മൾ ഞാൻ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് യാത്ര ചെയ്തിരുന്ന ഒരാളാണ്. വിദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ബീച്ചുകളിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളെ കേരളത്തിൽ ഇത്രയധികം ഏരിയ ബീച്ച് ഉണ്ടായിട്ട് പോലും നമുക്ക് ആ ടൂറിസത്തിൻ്റെ മുഴുവനായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതേപോലെ ഈ കയ്പമംഗലം എന്ന് പറയുമ്പോഴത്തേന് ഈ ബീച്ച് ടൂറിസത്തിനൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അന്നപ്പം അതിലൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ ഒരു പരിമിതമായ ഒരു ഇടപെടൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സത്യത്തിൽ പറഞ്ഞാൽ. പക്ഷെ അതൊന്നും പോരാ ശരിക്കും പറഞ്ഞാൽ. കാരണം കേരളം എന്ന് പറയുന്നത് നമ്മുടെ തീരദേശ മേഖല ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ അല്പം മുമ്പ് പറഞ്ഞത് നമ്മുടെ ദേശീയപാതയുമായിട്ടുള്ള ഇടപെടൽ, അതെന്താണ്? ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപെടലാണ് അങ്ങ് നടത്തിയിട്ടുള്ളത്? ദേശീയപാത എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നത് വലപ്പാട് പഞ്ചായത്തിൻ്റെ കയ്പമംഗലം ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ബോർഡറായ വലപ്പാട് പഞ്ചായത്തിലാണ്. അതിൽ NH-66 ഇടമുട്ടം എന്നൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ അധികാരികൾ അന്ന് ഭരിച്ചിരുന്ന ആളുകളുടെ ഒക്കെ അനാസ്ഥ കൊണ്ടാണ് അവിടെ ഒരു അണ്ടർപാസ് ലഭിക്കാതെ പോയത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ അന്ന് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ മുൻ വർഷങ്ങൾ 2016 മുതൽ ഇവിടെ ഭരിച്ചിരുന്നവർ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയതുകൊണ്ട്, ശ്രദ്ധയിൽപ്പെടുത്തി അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ അലൈൻമെൻറ്റിൽ അവിടെ ഒരു അണ്ടർപാസ് ലഭിക്കാതെ പോയി. പിന്നെ അത് വളരെയധികം സമയം കഴിഞ്ഞു. അന്ന് പിന്നെ TM പ്രതാപൻ ആയിരുന്നു അവിടെ MP ആയിരുന്നത്. TM പ്രതാപനുമായി ഞാൻ എടമുട്ടം ക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമുക്കറിയാം ആ വലിയൊരു ക്ഷേത്രം, വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതാണ്. എടമുട്ടം ബീച്ച്, കഴിമ്പ്രം SNDP ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. വളരെയധികം കിഴക്ക് വശത്ത് ക്രൈസ്റ്റ് കോളേജുകൾ, കോൺവെൻറ്റുകൾ, കുട്ടികൾക്ക് ആ ഒരു യാത്രാ സൗകര്യത്തിന് വളരെയധികം തടസ്സം ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു എടമുട്ടം സെൻറ്റർ. അപ്പോൾ ആയിട്ട് നമ്മൾ പരിശ്രമിച്ചപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി എന്ന് പറയുകയൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മളുടെ അവസാന തത്താണി എന്നുള്ളതിലേക്ക് നമ്മൾ ഹൈക്കോടതിയിൽ പോവുകയും 23 മുതൽ അതിൻ്റെ കേസുമായി മുന്നോട്ട് പോവുകയും ഉണ്ടായത്. വളരെയധികം പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ട് നമ്മളത് കേസ് ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്തു, അവസാനം ഞാൻ രാജീവ് ചന്ദ്രശേഖർജി അവിടെ പ്രസിഡൻ്റായി വന്നപ്പോൾ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം ഒരു പരിധിവരെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. ഇപ്പോൾ കോടതിയുടെ വളരെ സ്ട്രിക്റ്റായിട്ട് കോടതി കേസ് മുന്നോട്ട് പോയി. ഇപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത്, അവിടെ പാസ്സായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ വേറെന്തൊക്കെ കാര്യങ്ങളാണ്, വികസന പോരായ്മകൾ എന്തൊക്കെയാണ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ? വികസന പോരായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹാർബറിൻ്റെ പ്രശ്നം തന്നെ വളരെ ബുദ്ധിമുട്ട്, മത്സ്യത്തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ട്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടുത്തെ ഈ കുട്ടികളെ, പുതിയ തലമുറകളുടെ മയക്കുമരുന്നിൻ്റെ പ്രശ്നമാണ്. തീരദേശ മേഖലയിൽ അതൊരു മയക്കുമരുന്നിൻ്റെ പിടിയിലാണ്.
നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കും ഭയമാണ്. കാരണം അതൊരു വലിയൊരു മാഫിയയാണ് ഇതിനെ പിന്നിൽ ഇതാക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളായാലും ഇതിലേക്ക് എത്തിപ്പെടുകയും നമ്മൾ കാണാൻ മറിയത്ത് ഉള്ള ഒരു 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 സംഭവം പോലെയാണ് ഇതിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്നതാണ് ഈ മയക്കുമരുന്ന്. കുട്ടികളൊക്കെ അതിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ നമ്മൾ വരും തലമുറകൾ, ഈ മേഖലയിലുള്ള തലമുറകളിലെ കുട്ടികൾ വളരെയധികം ഇതായി പോകുന്നതാണ്. എന്തായാലും അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ബീച്ച് ടൂറിസത്തിന് സാധ്യതയുള്ള മണ്ഡലം, അപ്പോൾ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇലക്ഷനിലേക്ക് നടന്നെടുക്കുകയാണ്, വലിയ പ്രചാരണം നടക്കുകയാണ്, വലിയ വിജയപ്രതീക്ഷയിലുമാണ് അദ്ദേഹം ഉള്ളത്. മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.